വെൽക്കം ബാക്ക് ടു വാർത്ത സ്റ്റോക്സ്. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കറിയാം പാലക്കാട് നമ്മളുടെ ലുലു വന്നിട്ടുണ്ടെന്ന് അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു മാസം മുമ്പാണ് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ പാലക്കാട് പോയിട്ടുണ്ടായിരുന്ന ടൈമിൽ, വെക്കേഷൻ ടൈമിൽ പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അപ്പോഴായിരുന്നു ഫെറൂക്ക ഫാമിലി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് ഒരു ഈവനിങ് ടൈമിൽ ഒരു ഏകദേശം ഒരു 4:30 ടൈമൊക്കെ ആയി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പാലക്കാട് ലുലുവിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഉള്ളൂ. അരമണിക്കൂർ ട്രാവലിംഗ് തന്നെ ഉള്ളൂ. കാഴ്ചപ്പറമ്പിലാണ് ലുലു ഉള്ളത്. സോ നമ്മൾ 4:30 ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെസ്ലി ഉണ്ടായിരുന്നു കൂടെ. പിന്നെ നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേറെ ഉമ്മയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയതും നല്ല വെയിലായിരുന്നു. പിന്നെ നമ്മളുടെ പാർക്കിംഗ് ഒക്കെ ആ സൈഡ് ആയതുകൊണ്ട് നമ്മൾ നേരെ റൈറ്റ് സൈഡിലായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരെ നോക്കുമ്പോൾ സർവീസ് റോഡിലായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സൈഡിലായിട്ട്. പിന്നെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് തോന്നിയത് ഇതാണ്. കാരണം ഈ സൈഡിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇൻ കേസ് ലുലുവിൽ പോകണം എന്ന് വിചാരിച്ചിട്ട് ഈ സൈഡിൽ കൂടെ വരുന്ന, അതായത് കോയമ്പത്തൂർ റോഡിൽ കൂടെ വരുന്ന ആളാണെങ്കിൽ നമുക്ക് പാർക്കിംഗ് ചെയ്യേണ്ട ഒരു എന്താ പറയുക, ഒരു സാഹചര്യം കുറച്ച് ലിമിറ്റേഷൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഒരു ചാലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഈ സൈഡിൽ കൂടെ വന്ന് വേറെ വല്ല, അതായത് കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ട് വേണം പിന്നീട് പാർക്കിംഗ് ചെയ്യാനായിട്ട്. അതാണ് ഞാൻ അങ്ങനെ ഒരു ചാലഞ്ചിങ് ആണെന്ന് പറഞ്ഞത്. സോ നമ്മൾ പാർക്ക് ചെയ്തത് സർവീസ് റോഡിൽ ഈ ഒരു സൈഡിലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നടന്നിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതായത് റോഡ് ക്രോസ് ചെയ്തിട്ട് പിന്നീടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ലുലു ഒക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ നമ്മളുടെ നാട്ടിലൊരു ലുലു മാൾ. നമ്മൾ ലുലുവിൽ പോണേൽ കൊച്ചിയിൽ തന്നെ പോകണ്ടേ. സോ നമ്മൾ പാലക്കാട് വന്നപ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ ഗൈസ്, അല്ലേ? അപ്പോൾ കുറേ പേരുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. കുറേ പേരൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഞാനായിരിക്കും ഏറ്റവും അവസാനമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ സാഹചര്യം മൂലം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ നടന്ന് ഇതിപ്പോൾ ലുലു കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. ഫ്രണ്ടിൽ തന്നെ കുറേ പേര് സ്റ്റെപ്പിലൊക്കെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. പിന്നെ നമ്മൾ പോയത് വീക്കെൻഡ് ഡേയ്സിലായിരുന്നു. സോ അതാണ് ഇത്രയും ഒരു ക്രൗഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹൈസ് ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ. അവനിന്ന്, അതായത് ആ ദിവസം ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. സോ വണ്ടി കയറിയതും നല്ല ഉറക്കമായിരുന്നു സാറ്. പിന്നെ ഇവിടെ എത്തിയിട്ടും ഉണരാണ്ടായപ്പോൾ ഞാൻ പിന്നെ ഹൈസൂന്ന് വിളിച്ചിട്ട് എണീപ്പിച്ചു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരേ കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഇത് കണ്ടില്ലേ ലുലു മാൾ, വേറെ വീഡിയോസൊക്കെ കണ്ടിട്ടാകും. അതിൽ കാണുന്ന പോലെ തന്നെയാണ്, ഒരു മാറ്റമില്ല, ഇപ്പോഴും ക്രൗഡഡാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ലുലുവിൽ നേരെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് നേരെ കാണുന്നത് സൈഡിലൊക്കെ നല്ല ജ്വല്ലറി ഷോപ്സ് ആയിരുന്നു കേട്ടോ. അവിടെ നിന്ന് നമ്മൾ നേരെ നോക്കിയില്ല. കാരണം നമ്മൾ രണ്ടുപേർക്കും, അതായത് എനിക്കും ശാന്താത്താക്കും ഈ ഒരു ക്രൈസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തിലേക്ക് തിരിഞ്ഞേ ഇല്ല. അപ്പോൾ നമ്മൾ നേരെ പോയത് ഫസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലോട്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ പാലക്കാടൻ ഇത്രയും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഈ ഒരു നിമിഷം വരെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. A to Z വരെയുള്ള എല്ലാ ഗ്രോസറി ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ പോയതിന് ശേഷം വീണ്ടും നല്ല ഓഫേഴ്സും ഉണ്ടായിരുന്നു. അതായത് ആ ന്യൂ ഇയർ ടൈമിൽ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. അതിന് മുമ്പ് തന്നെ നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവരുടെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ കാര്യം, ഫ്രൂട്ട്സ് അല്ല, ഈവൻ എല്ലാം ഗ്രോസറി ഐറ്റംസ് എല്ലാം, മീറ്റ് ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, എല്ലാം ഭയങ്കര ഫ്രഷ് ആയിട്ടാണ് അവർ സെർവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മേടിക്കാൻ വരുന്ന ആൾക്കാരെ ആകർഷിക്കാനും ഇറ്റ്സ് വൺ ഓഫ് ദ മെയിൻ പോയിൻ്റ് ആണ് ഇല്ലേ. ഇപ്പം നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ, വിൽക്കുന്ന സാധനങ്ങൾ ഹൈലി ഫ്രഷ് ആണെങ്കിൽ അത് കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ മേടിക്കുന്ന ആരാണോ അവരെ ആകർഷിക്കാനുള്ള നല്ല സാധ്യത കൂടുതലാണ്. സോ ഞാൻ പറഞ്ഞു വന്നത് ക്വാളിറ്റി ഓഫ് ദെയർ. പിന്നെ നമ്മൾ പോയത് ഈ ഒരു സെക്ഷനിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മീറ്റ് സെക്ഷൻ ഇല്ലേ, മീറ്റ് സെക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സെക്ഷനായിരുന്നു. അടിപൊളി. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഒരു കുട്ടി അക്വേറി ഉണ്ടായിരുന്നു. അതിൽ കുറേ ഗോൾഡ് ഫിഷ്, അതുപോലെ തന്നെ ബ്ലാക്ക് മോളി, അങ്ങനെ കുറേ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അത് ഓർമ്മ വന്നു ഇത് കണ്ടപ്പോൾ. നല്ല അടിപൊളിയായിട്ടുള്ള മീൻകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സൈഡിൽ കൂടെ വന്നപ്പോൾ പിന്നെ ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഫ്രഷായിട്ട് അവർ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, കുറേ സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൈസും നമ്മൾ എന്താ പറയുക, ഭയങ്കര
അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് തന്നെയായിരുന്നു അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുമ്പോൾ ഫ്ലേവേഴ്സ് ഓഫ് കൽപ്പാത്തി, അത് നമ്മളുടെ പാലക്കാടുകാരുടെ അഹങ്കാരമാണ് അല്ലേ. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സൈഡിൽ നമ്മളുടെ മിൽക്ക് ചീസ്, അതുപോലെ തന്നെ മിൽക്ക് കേർഡ്, അങ്ങനത്തെ ഒരു മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു സൈഡിൽ. ദിയു ഇപ്പോൾ ട്രോളിയിൽ ഹൈസൂനെ ഇരുത്തിയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരാൻ രസമുണ്ടായിരുന്നു കേട്ടോ സീൻ കാണാൻ. ഇതാവുമ്പോൾ അതായത് ഹൈസൂന് 2 പേർക്കും വേണം, ദിയുവിനും വേണം യുവിനും വേണം. 2 പേർക്ക് സ്നേഹമുണ്ട്, ഭയങ്കര സ്നേഹമാണ്. ഈ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക എന്ന് പറയില്ലേ, ആ ഒരു ടൈപ്പാണ്. ദിയുവിനാണെങ്കിൽ ഹൈസൂനെ എപ്പോഴും വേണം, ഇവുവിനാണെങ്കിലും വേണം. പക്ഷേ ഇവു വിളിക്കുമ്പോൾ ഹൈസു പോവില്ല, ഇവുവിനോട് അത്ര ഇതില്ല. ഇവുവിന് പേടിയാണ് ഹൈസൂന് ശരിക്കും. ഇവു ഹൈസൂന്ന് വിളിക്കും, ഹൈസൂന്ന് വിളിച്ചിട്ട് ഒരു ഉമ്മയും കൊടുക്കും, ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു അടിയും കൊടുക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഈ ദിയു എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ വലുതായില്ലേ, എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നൊരു ഇതായില്ലേ. ഇപ്പോൾ 2 വയസ്സും 4 വയസ്സും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ നേരെ നമ്മൾ വന്നത് 2nd ഫ്ലോറിലോട്ടായിരുന്നു. അപ്പോൾ ലുലുവിൽ 2 ഫ്ലോർ തന്നെ ഉള്ളൂ. താഴത്തെ ഹൈപ്പർ മാർക്കറ്റും മേലെ നമ്മുടെ ഫണ്ടൂറ, പിന്നെ ഫുഡ് കോർട്ടും അങ്ങനെയായിരുന്നു. അതായത് ഇവിടെയാണ് എൻ്റെ മുന്നേ ഭയങ്കര ക്രൗഡ്, അതായത് നിന്ന് തിരിയാൻ സ്ഥലമില്ല എന്ന് പറയില്ലേ, ആ ഒരു ഇതായിരുന്നു നമ്മൾക്കവിടെ കയറിയത് കേട്ടോ. ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുമ്പോൾ എസ്കലേറ്ററിൽ നമ്മൾ കയറി ഇറങ്ങുന്നത് നേരെ ഫുഡ് കോർട്ടാണ്, അതായത് ഡൈനിങ് സെക്ഷനാണ്. സോ അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല, അത്രയ്ക്കും തിരക്കായിരുന്നു. ഈ സൈഡ് എന്ന് പറയുമ്പോൾ ഫണ്ടൂറ. കുട്ടികൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ലുലുവിലേക്ക് മെയിനായിട്ട് വരുന്നത് 1 എന്ന് പറയുന്നത് ഫുഡ് കോർട്ടിൽ പോവുക, 2 ഗെയിം കളിക്കാൻ വേണ്ടി പോവുക. അങ്ങനെയാണ് നമ്മൾ വരുന്നത്. സോ ഇവിടെയോ അവിടെയോ നല്ല തിരക്കാണ്. ഇത് രണ്ടും കൂടെ ഭയങ്കര ക്ലാഷായി, ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. സോ നമ്മൾ കുറച്ച് 2-3 ഗെയിംസിലൊക്കെ കയറിയിരുന്നു. അതായത് ഒരു കാർഡുണ്ട്, അതിൽ നമ്മൾ റീചാർജ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഗെയിം വിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ പോയിൻറ്റ്സ് കയറും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇതായിരുന്നു നമ്മുടെ ലുലുലില്ലേ, നമ്മുടെ കൊച്ചി ലുലുലുള്ള ഫണ്ടൂറ. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ, ഒരു വ്യത്യാസമില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കളിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. ഇവു അധികം ആക്റ്റീവ് ആയിരുന്നില്ല, ജസ്റ്റ് 2-3 ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ദിയു കുറേ ഗെയിംസൊക്കെ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ വന്നത് ഈ സൈഡിൽ നിന്ന്, ഇവിടെ നിന്ന് നോക്കിയെന്ന് വെച്ചാൽ നമ്മുടെ കാർ പാർക്ക് ചെയ്ത് കാണാൻ പറ്റും കേട്ടോ, ബ്ലൂ കാറ്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കോഫിയും ടീയും പിന്നെ അടപ്രഥമൻ പാലടപ്രഥമൻ അതും കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മോമോസും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ സൈഡിൽ കൂടെ വന്നിട്ട് പോയത് നമ്മളുടെ അതായത് മേക്കപ്പ് സെക്ഷൻസ്, ലാക്മേ, ഷുഗർ, അങ്ങനെ ആ ഒരു സെക്ഷനിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പെണ്ണുങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഏരിയ എന്ന് പറയാമല്ലോ, ആ സൈഡിലായിരുന്നു പോയി. നമ്മൾ കുറേ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ട്രയലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശാന്താത്തൊരു ലിപ്സ്റ്റിക്കൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സൈഡിൽ കൂടെ വരുമ്പോൾ പിന്നെ കുറേ ഡ്രസ്സിൻ്റെ സെക്ഷനായിരുന്നു. ജീൻസും ടീഷർട്ടും സ്വീറ്റ് ഷർട്ടും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ അതിലോട്ടൊന്നും അങ്ങനെ പോയില്ല, നേരെ വന്നു. പിന്നെ ബാഗ് സെക്ഷനായിരുന്നു. പിന്നെ സൈഡ് എന്ന് പറയുന്നത് പിന്നെ മാക്ബുക്കിൻ്റെ ഒരു സെക്ഷൻ, പിന്നെ ഫോണിൻ്റെ സെക്ഷൻ, പിന്നെ വന്നത് ഹോം അപ്ലയൻസിൻ്റെ ഒരു സെക്ഷനായിരുന്നു. 2-3 ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി തുറന്ന് നോക്കി. അപ്പോൾ എന്തോ എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എന്തോ പറയണ്ടായിരുന്നു, വെള്ളം വേണമെന്ന് എന്തോയിരുന്നു പറയണ്ടായിരുന്നത്. വെള്ളത്തിൻ്റെ പകരം ഞാൻ പായസമായിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു ആ സൈഡിൽ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.